വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ആലത്തൂരിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. സമരക്കാർ ദേശീയപാത ഉപരോധിക്കുകയും ചെയ്തു. ആലത്തൂർ കേരളപ്പറമ്പ് ഭാഗത്തു നിന്നും ദേശീയപാതയിലെത്തുന്നവർക്ക് അടിപ്പാത നിർമ്മിക്കുക, വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള സംവിധാനം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരളപ്പറമ്പ് പരിസരത്ത് സമരം നടത്തിയത്. പ്രതിഷേധ യോഗം KD പ്രസന്നൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തോട് മാത്രമാണ് അവഗണന. അത്തരം ഒരു അവഗണന നേരിടേണ്ടി വരുന്ന ഒരു സംസ്ഥാനമായി എന്തിനാ കേരളം ഇങ്ങനെ ഇരിക്കുന്നത്? കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇന്ന് ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടിയുള്ള സ്ഥലം ഏറ്റെടുക്കുമ്പോൾ അതിൽ 25% തുക രാജ്യത്ത് മറ്റൊരു സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കാത്ത തുക കേരളത്തിലെ ഗവൺമെന്റ് കൊടുത്തുകൊണ്ട് അത്തരം നിർമ്മാണത്തിന് സഹായിക്കുന്ന നിലപാടെടുക്കുന്നു. അങ്ങനെ എടുക്കുന്ന കേരളത്തിലെ ജനങ്ങളോട്, കേരളത്തിലെ ഗവൺമെന്റിനോട് നീതി പുലർത്താൻ അവർ സന്നദ്ധരാകുന്നില്ല. നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ പറയുന്ന ഒന്നും അവർ വിലക്കെടുക്കുന്നില്ല. ഒരു ഭേദഗതിയും അവർ വരുത്താൻ സന്നദ്ധരാകുന്നില്ല. അവർ എവിടെയെങ്കിലും ഇരുന്ന് ഡിസൈൻ ഉണ്ടാക്കുക, അവർ എവിടെയെങ്കിലും ഇരുന്ന് ടെൻഡർ നടപടികൾ സ്വീകരിക്കുക, അവർ ഏതെങ്കിലും ലോകത്തു നിന്നുള്ള ആളുകളെ ഇത് ടെൻഡർ കൊടുക്കുക, അവർ മാഫിയകളെ പോലെ പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ നിർമ്മാണ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുക. തദ്ദേശീയരായ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു റാമ്പ് പോലും വിട്ടുകൊടുക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന നിലപാടെടുക്കുന്നവരായി NH അതോറിറ്റി മാറുകയാണ്. കൃഷിസ്ഥലത്തേക്ക് ഒരു ട്രാക്ടർ ഇറങ്ങാൻ, കൊയ്ത്ത് മെഷീൻ ഇറങ്ങാൻ ഒരു റാമ്പ് വേണമെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ അജണ്ടയിലില്ല. അത് വേണമെങ്കിൽ നിങ്ങൾ പണപ്പിരിവ് നടത്തി നിങ്ങൾ നിർമ്മിച്ചു കൊള്ളുക എന്ന ധിക്കാരപരമായ സമീപനം എടുക്കുക. ഇതാണ് NH അതോറിറ്റിയുടെ സമീപനം എന്ന് പറയുന്നത്. R. രാജൻ അധ്യക്ഷനായി. CPM ഏരിയ സെക്രട്ടറി C. ഭവദാസ്, കാട്ടുശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി P. വേണുഗോപാൽ, സമരസമിതി കൺവീനർ K. ചന്ദ്രൻ, A. ഷൈനി എന്നിവർ സംസാരിച്ചു. പ്രതിഷേധ യോഗത്തിന് ശേഷം പ്രകടനമായി ദേശീയപാതയിലെത്തി അല്പസമയം ദേശീയപാതയും ഉപരോധിച്ചു. UTV ന്യൂസ്, പാലക്കാട്.